പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു ആഴ്ചക്കാലം മാത്രമല്ല, ഈ വർഷത്തിൻ്റെ 8 മാസക്കാലം, ആയുസിൻ്റെ ഇത്രയും നാൾ കർത്താവ് നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. നാം കടന്നുപോയ പാതകളിലൊക്കെയും നമുക്കും നമുക്കുള്ളവർക്കുമെല്ലാം തുണയായി തണലായി കർത്താവ് കൂടെയിരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതയാമം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തരുന്നതായ ദാനത്തെ നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ പ്രാപ്തരാകുമ്പോഴാണ് ദൈവം നമ്മിൽ കൂടുതൽ സന്തോഷിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി തരുന്ന സന്ദേശം ഒരുപക്ഷെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സന്ദേശമായിരിക്കുകയില്ല. ധനവാന്മാരെക്കുറിച്ചാണ്, സമ്പത്തിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. പലപ്പോഴും സമ്പത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, ദൈവം തന്നെ സംസാരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കത്തില്ല. കർത്താവ് ഒരിക്കൽ സമ്പന്നന്മാരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കേട്ടുനിന്ന ജനങ്ങൾ ദുഃഖിതരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോയി. അത്രയ്ക്ക് പ്രയാസമുള്ളതായ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ സമ്പത്തിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിച്ചപ്പോൾ അനേകർക്കത് ഭാരമായി തീർന്നു. എങ്കിലും മറ്റുള്ളവർക്ക് ഭാരമോ പ്രയാസമോ സന്തോഷമോ ദുഃഖമോ ഒന്നും വകവയ്ക്കാതെ യാക്കോബ് അപ്പോസ്തലൻ ഒരിക്കൽ സഭയോട് വിളിച്ചു പറയുകയുണ്ടായി, ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങളെ ഓർത്ത് കരഞ്ഞ് മുറയിടുവിൻ. ഇത് കേൾക്കുന്നത് ധനവാന്മാർക്ക് ഒരുപക്ഷെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളത് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമല്ല. കാരണം മനുഷ്യൻ്റെ സമാധാനത്തെയും ശാന്തിയെയും ആഗ്രഹിക്കുന്നവർ അവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നൽകപ്പെടുന്നതായ വചനങ്ങളെ യഥേഷ്ടം അവരുടെ മുൻപിൽ അത് പറയും, അത് പ്രദർശിപ്പിക്കും, അത് അവർക്ക് പറഞ്ഞു കൊടുക്കും. നീതിക്കായി രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവൻ അതിൽ പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവർക്ക് ഒന്നിച്ച് പാർക്കാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെയും ഏശാവിനെയും കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. അവർ സമ്പന്നരാണ്. സ്വതവേ അവർ കുടുംബപരമായി പാരമ്പര്യമായി അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പൊന്നും വെള്ളിയും ആടുമാടുകളും ദാസീദാസന്മാരും എന്ന് വേണ്ട സ്വന്തമായി പട്ടാളം വരെ ഉണ്ടായിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു, സമ്പന്നനായ വ്യക്തിയായിരുന്നു അബ്രഹാം. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ തീർച്ചയായും സമ്പന്നരായിരിക്കും. അവർക്കെല്ലാം പ്രത്യേകം പട്ടാള കമ്പനിയൊക്കെ കാണുമായിരിക്കും. യോദ്ധാക്കൾ കാണും, ആടുമാടുകൾ കാണും, മൃഗസമ്പത്ത് കാണും, പൊന്നും വെള്ളിയും ധാരാളം കാണും. അവർ ഒന്നിച്ച് പാർത്തിരുന്നതായ ഭവനത്തിൽ വെച്ച് തിരുവചനത്തിൽ മോശ എഴുതിയിരിക്കുകയാണ്, അവർക്കൊന്നിച്ച് പാർക്കാൻ കഴിയാതെ വണ്ണം അവരുടെ സമ്പത്ത് വലുതായിരുന്നു. പ്രിയരെ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും. ഐക്യത നഷ്ടപ്പെട്ടു പോകും. 2 ഐക്യത നഷ്ടപ്പെട്ടതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അവർക്കൊന്നിച്ച് പാർക്കാൻ കഴിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവർ പാർത്തിരുന്ന വീട്ടിൽ വേർപിരിവ്, സെപ്പറേഷൻ. അതിനുശേഷം പറയുന്നത്, അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവർ വഹിച്ചുകൂടാതെയിരുന്നു. അവരെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ദേശത്ത് വലിയ പ്രയാസം, സെപ്പറേഷൻ. അവർ താമസിക്കുന്നതായ ദേശത്തിൽ നിന്ന് അവർ അന്യമാക്കപ്പെടുന്നു. അല്ലെങ്കിൽ അവർ ദൂഷിക്കപ്പെടുന്നു. അവരുടെ മേൽ വലിയൊരു ഉപദ്രവം, മറ്റുള്ളവർക്ക് അവരെ കാണുവാനുള്ളതായ വലിയൊരു പ്രയാസം. ഒന്നാമത് ആ പ്രയാസം അവരുടെ ഭവനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദരിദ്രരായിരിക്കുമ്പോഴുള്ളതായ ഐക്യത സമ്പത്ത് വർദ്ധിക്കുമ്പോൾ കാണുകയില്ല. നമുക്ക് ദരിദ്രരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം സാധാരണ മനുഷ്യരായിരിക്കുമ്പോൾ സ്നേഹത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കും, ഒന്നിച്ചു പാർക്കാൻ സാധിക്കും. പക്ഷേ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഒന്നിച്ചു പാർക്കാൻ കഴിയുകയില്ല. എനിക്ക് അനേക സഹോദരങ്ങളെക്കുറിച്ച് അറിയാം. ആദ്യമൊക്കെ അവരൊക്കെ ഗൾഫ് നാടുകളിലും മറ്റ് യൂറോപ്യൻ നാടുകളിലുമൊക്കെ ജോലി അന്വേഷിച്ച് ഓരോ ഭവനത്തിൽ നിന്നും കഷ്ടത അനുഭവിച്ച് ആ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നല്ല ജോലിയൊക്കെ തേടി വന്നവർ
അവരുടെ ഹൃദയത്തിലുള്ള ഒരാഗ്രഹം, നാട്ടിൽ പോകണം, എനിക്ക് വലിയൊരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരുപോലുള്ള 3-4 വീടുകൾ ഒന്നിച്ച് ചേർത്ത് ഒരു കോമ്പൗണ്ടിൽ വയ്ക്കണം, ഞങ്ങൾ ജ്യേഷ്ഠനാനിയന്മാർ, സഹോദരി സഹോദരന്മാർ ചിതറി പാർക്കാതെ വണ്ണം എല്ലാവരും ഒന്നിച്ച് പാർക്കാൻ ഒരു വലിയ ഭവനത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അതിനുശേഷം അവരുടെ സ്വപ്നത്തിൽ അല്പം കൂടെ പുരോഗതി വന്നതിന് ശേഷം ഒരു കോമ്പൗണ്ടിൽ പല ഭവനങ്ങളെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നു. വീണ്ടും സമ്പത്ത് വർദ്ധിച്ചു, വരുമാനം കൂടി. അങ്ങനെ വന്നപ്പോൾ വീണ്ടും സെപ്പറേറ്റായിട്ട് മതിലുകൾ കെട്ടി അവർ തമ്മിൽ വേർതിരിച്ചു. അവിടെ വേർപിരിവരി ഉണ്ടായി. അതിനുശേഷം ഒരു സഹോദരനെ കാണുന്നത് ഇഷ്ടമല്ലാതെ ദൂരെ മാറി പാർക്കുവാൻ അവരാഗ്രഹിച്ചു. ഏശാവ് അങ്ങനെയാണ് ചെയ്തത്. യാക്കോബിൽ നിന്ന് അങ്ങ് ദൂരെ കണ്ണുമറയത്ത് അവനെ കണ്ടുകൂടാ. അങ്ങനെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ യാക്കോബിൽ നിന്ന് ഏശാവ് അങ്ങ് വളരെ തൻ്റെ ആടുമാടുകളുമായി അങ്ങ് ദൂരദേശത്തേക്ക് മാറി. കാരണം ഒരു രീതിയിലും യാക്കോബിനെ കാണരുത്, അവൻ്റെ സമ്പത്തിനെ കാണുവാൻ അവൻ്റെ ഹൃദയം അനുവദിച്ചില്ല. അത് മാത്രമല്ല, ഈ ഒന്നിച്ച് പാർക്കുന്നത് കണ്ട് ദേശത്തിനും വലിയൊരു അരാജകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ തിമോഥെയോസിനോട് പറയാണ്, മോനെ തിമോഥെയോസേ, നീ വിശ്വാസികളോട് ഒരു കാര്യം വളരെ വ്യക്തമായി അവരോട് പറയണം. എന്താണെന്നറിയാമോ? ഇഹലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകുവാനും കഴിയുകയില്ല. ഈ മനസ്ഥിതി മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ ധനവാന്മാരുടെ മേൽ വരുന്നതായ ന്യായവിധിയെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത അവരുടെ ഹൃദയത്തിലുണ്ടാകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൽ സമ്പത്ത് കർത്താവ് നമുക്ക് ഉപജീവനത്തിന് വേണ്ടി തരുന്നതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഒരുപക്ഷെങ്കിൽ ദൈവം നമ്മെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കാം, നമ്മെ സമ്പന്നരാക്കിയേക്കാം, നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ദൈവം നമ്മെ ഒരു വിടുതൽ തന്നേക്കാം. പക്ഷെങ്കിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ഐശ്വര്യവും നമ്മുടെ പണവും നമ്മുടെ വരുമാനവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ഉയർച്ചയൊന്നും നമ്മുടെ ഐക്യതയെ നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ജെറുസലേമിൽ യഹൂദന്മാർക്കിടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവരുടെ തീൻമേശയെല്ലാം വട്ടമേശയായിരുന്നു, റെക്ടാങ്കുലർ മേശയല്ല. ഇന്ന് നാം അന്ത്യത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ പലപ്പോഴും കാണുമ്പോൾ അതൊരു ഇറ്റാലിയൻ മോഡലിലുള്ളതായ സെപ്പറേറ്റ് പ്ലേറ്റുകൾ വെച്ച് കർത്താവും ശിഷ്യന്മാരും കൂടി ഇരിക്കുന്ന ഫോട്ടോ, പന്തിയുടെ ഫോട്ടോയൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കാണും. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ വട്ടത്തിലാണ് ഒരു കുടുംബം ഇരിക്കുന്നത്. ആ വട്ടത്തിലുള്ളതായ ഒരു താലന്ത് കാണും. ആ താലന്തിൽ ഒന്നായി ആഹാരം വിളമ്പുന്നു. അതിനുശേഷം എല്ലാവരും ഒരേ പാത്രത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. ഒരേ ആഹാരം ഒരേ പാത്രത്തിൽ നിന്ന് അവർ എല്ലാവരും ചേർന്ന് അവർ ഭക്ഷിക്കുന്നു. അങ്ങനെ ആയിരുന്നു ഒരു സമ്പ്രദായം. എന്നാൽ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഇറ്റാലിയൻ മോഡൽ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. സെപ്പറേറ്റ് റെക്ടാങ്കുലർ ടേബിളായി. അതിനുശേഷം സെപ്പറേറ്റ് ഓരോരോ വിവിധ തരമായിട്ടുള്ളതായ ആഹാരങ്ങൾ അവരുടെ മുൻപിൽ സ്ഥാപിതമായി. ഐക്യത നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയൊന്നും ഉണ്ടാക്കരുതെന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ മനസ്സിൽ സമ്പന്നത വ്യത്യാസം സൃഷ്ടിച്ചു, വേർകൃത്യം സൃഷ്ടിച്ചു. ഐക്യത നഷ്ടപ്പെട്ടു പോയി, സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവരിൽ ഉണ്ടായിരുന്നായ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുവാൻ തുടങ്ങി, സമ്പത്തിനു വേണ്ടി വഴക്കിടുവാൻ തുടങ്ങി. അടിയായി, വഴക്കായി, കേസായി, കൊലപാതകമായി, ജയിലായി എന്ന് വേണ്ട അനേകം ദുരിതങ്ങളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലം. സോഷ്യൽ മീഡിയയിൽ, ന്യൂസ് പേപ്പറുകളിൽ വായിച്ചു നോക്കിയാൽ സ്വത്ത് തർക്കവും ഐക്യതയുടെ നഷ്ടപ്പെട്ടതായ തമ്മിൽ വൈരാഗ്യം നിറഞ്ഞതായ സംഭവങ്ങളെക്കുറിച്ച് ഇല്ലാത്ത ഒരു ദിവസത്തെ പേപ്പർ പോലും നമുക്ക് വായിക്കാൻ കഴിയില്ല. എല്ലായിടത്തും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ അസ്വസ്ഥത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഐക്യതയുടെ മനോഭാവം ഉണ്ടാകണം. നമ്മുടെ സഭകളിൽ, ക്രിസ്തീയ വിഭാഗങ്ങളിൽ ആദ്യകാലങ്ങളിലൊക്കെ ഐക്യതയുടെ നിഴലാട്ടമുണ്ടായിരുന്നു. അവിടെ വലിയൊരു സന്തോഷം, അവിടുത്തെ പാട്ടിനൊരു പ്രത്യേക മാധുര്യത, അവിടുത്തെ പാട്ടിനും അവിടുത്തെ വാദ്യഘോഷങ്ങൾക്കും വലിയൊരു ഉണർവ്. അത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വലിയൊരു തരംഗമുണ്ടാകും. മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതായ വലിയൊരു രോമാഞ്ചം സൃഷ്ടിക്കുന്ന ഒരാത്മീയ ദൃഷ്ടി അവിടെയൊക്കെ പ്രതിഫലിച്ചിരുന്നു. എന്നാൽ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അങ്ങനെയുള്ളതായ അന്തരീക്ഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഇന്ന് വെറും ഒരു ചടങ്ങായി മാറിപ്പോയി. മനുഷ്യൻ ജീവിതത്തിൽ വ്യത്യസ്തരായി തീർന്നു. മനുഷ്യൻ സ്വന്തമായി അവർ മതിലുകൾ കെട്ടി സഹോദരനും തമ്മിൽ കാണുവാൻ കഴിയാത്തതായ വലിയൊരു മനപ്രയാസം അവരുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തുടങ്ങി. ഒരുവനേക്കാൾ ഒരുവൻ ഉയരുന്നത് മറ്റൊരുവന് സഹിച്ചുകൂടാനും. എങ്കിലും കർത്താവ് മനുഷ്യനെയും ഒന്നാക്കി തീർക്കുവാൻ
വരുവാൻ വളരെയധികം പാടുപെട്ടു. ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക്, ആദ്യപിതാക്കന്മാർക്ക്, സ്വർഗത്തിന്, ദൈവത്തിനുണ്ടായിരുന്നതായ ഭാരം മനുഷ്യനും തമ്മിൽ എന്ന് ഒന്നായിത്തീരും. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെല്ലാം, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിത്തീരേണ്ടതിന് അതെന്നാണ് സാധിക്കുക? ഈ മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരു ദിവസം നോക്കി വേണം കർത്താവിന് വരുവാൻ. കാരണം ഇവരെയെല്ലാം ചേർത്തുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടിരുത്തുവാൻ അവരൊന്നായിരിക്കണം. പക്ഷെങ്കിൽ അത് സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഐക്യത നഷ്ടപ്പെട്ടതായ, സ്നേഹം നഷ്ടപ്പെട്ടതായ ആ വേർകൃത്യം എപ്പോഴും മനുഷ്യരിൽ കുടിവാഴ്ച അത് തീർത്തും കൊണ്ട് മനുഷ്യനെയും ഭിന്നിപ്പിക്കുന്നു. കുടുംബങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. വ്യക്തികളെ ഭിന്നിപ്പിക്കുന്നു. സഭകളെ ഭിന്നിപ്പിക്കുന്നു. ദേശത്തെ ഭിന്നിപ്പിക്കുന്നു. രാജ്യങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ആ ഓരോ മനുഷ്യരുടെയും അഭിപ്രായങ്ങളെ ഭിന്നിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ആരാധന ഭിന്നിപ്പിക്കുന്നു. സകലതും ഭിന്നിച്ചതായി സ്വർഗം കാണുകയാണ്. സ്വർഗം ഇന്ന് ആഗ്രഹിക്കുന്നതായ സ്വർഗത്തിനൊരു പ്രതീക്ഷ മനുഷ്യനിൽ നിന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവർ ഒന്നായി കാണുന്ന ഒരു ദിവസം വരണം. അന്ന് വേണം കർത്താവിന് ഈ ഭൂമിയിലേക്ക് വരുവാൻ. കർത്താവെ, ഭൂമിയിൽ വരണമെന്ന് നമ്മൾ പാട്ടുപാടുന്നു. കർത്താവെ, നീ വീണ്ടും വരണമേ, നീ വേഗം വരണമേ എന്നല്ല, വളരെ മാധുര്യമായ ഗാനങ്ങളൊക്കെ നമ്മൾ പാടി നമ്മൾ എന്തൊക്കെയോ കഷ്ടങ്ങൾ സഹിക്കുന്നെന്നും കണ്ണുനീര് സഹിക്കുന്നെന്നും യാതന സഹിക്കുന്നതെന്നും ഒക്കെ ഏതൊക്കെയോ വരികൾ ചേർത്തുകൊണ്ട് പാടി കർത്താവിനെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യനും തമ്മിൽ ചേർച്ചയില്ലാത്തൊരനുഭവം, മനുഷ്യനും തമ്മിനും തമ്മിൽ മനുഷ്യരുടെ സമ്മേളനം, ഒരുവനോട് എതിർ നിൽക്കുന്നവൻ, അല്ലെങ്കിൽ ദാസനും യജമാനനും തമ്മിൽ ഐക്യമില്ല, മനുഷ്യനും തമ്മിൽ ചേരാത്തവൻ, മന്ത്രിമാർ തമ്മിൽ ഐക്യതയില്ല, ഭരണാധികാരികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ദേശങ്ങൾ തമ്മിൽ കലഹിക്കുന്നു, അപ്പനും അമ്മയും മക്കളും തമ്മിൽ അന്യോന്യം കലഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ദൈവം ഐക്യതയെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഊന്നിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്നതായ ഒരാലോചന എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐക്യതയെ നാം സ്വായത്തമാക്കണം. ദൈവത്തിൻ്റെ വചനത്താൽ നമുക്കത് സാധ്യമാണ്. ക്രിസ്തുവിൽ മനുഷ്യനെ ഒന്നായി ചേർക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, രക്ഷ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഹൃദയങ്ങളിൽ ഊറ്റിയത്, പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പകർന്നത് മനുഷ്യനെയും ഒന്നാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. പലതരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തന്നില്ല. ഒരേ ആത്മാവിൻ്റെ നടത്തിപ്പ്, ആ ആത്മാവിൻ്റെ സ്വഭാവം ഒന്ന് തന്നെ. ഒരുവനിൽ വസിക്കുന്ന ആത്മാവ് വേറൊരുവനിലും വസിക്കുന്നു. ഒരുവൻ പറയുന്നതായ ഭാഷ വേറൊരുവൻ പറയുന്നുള്ളതായ ഒരു ബഹുമാനം മനുഷ്യന് കടന്നു വരുമ്പോൾ അവൻ ദൈവത്തിലേക്ക് പ്രയോജനപ്പെടുന്നവനായിത്തീരുന്നു. അതുകൊണ്ട് നമ്മുടെ ഐശ്വര്യം, നമ്മുടെ സമ്പത്ത് നമ്മുടെ കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കരുത്. നമ്മുടെ ദൈവം തരുന്നതായ ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ആരാധനയിലുള്ളതായ ഐക്യത്തെ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലിൻ്റെ ഒരുമയെ നമ്മൾ നഷ്ടമാക്കി കളയരുത്. അതിനുശേഷം ദൈവം തരുന്നതായ സമ്പത്ത് കൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മെ അന്യമാക്കി കളയരുത്. 3 കാര്യമാണ് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഈ മാസത്തിൻ്റെ ആരംഭത്തിങ്കൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. 1, നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് ഭിന്നതയുണ്ടാകരുത്. അതിനുശേഷം നമ്മുടെ ആരാധനയിൽ സമ്പത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഐക്യത നഷ്ടപ്പെടുത്തരുത്. അതിനുശേഷം നാമും ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ സമ്പത്ത് കാരണത്താൽ ഇല്ലാതാകരുത്. ഈ 3 കാര്യങ്ങളിൽ നാം സ്ട്രിക്റ്റായിട്ട്, വളരെ കർശനമായി നമ്മുടെ ജീവിതത്തെ നാം വച്ചു പുലർത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരു നല്ല ഗ്രഹമായി, ആത്മീക ഗ്രഹമായി പണിയുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ തലമുറകളെ ഐശ്വര്യമുള്ള ഒരു തലമുറകളായി നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ്.